സെക്ഷനിൽ ഔപചാരികമായിട്ട് ആരംഭിക്കുന്നതിന് മുമ്പ് ഗ്രാമവികസന വകുപ്പിൽ ഉദ്യോഗസ്ഥയായിരുന്നു. തൃശ്ശൂർക്ക് മുമ്പ് ജോലി ചെയ്തിരുന്ന ഒരു മിനി കവിത വായിക്കും. പേര് മിനി. ഒരു ചെറിയ കവിതയാണ്. കവിതയുടെ പേര് അന്തർമുഖം. വളരെ പെട്ടെന്ന് എഴുതിയൊരു കവിതയായിരുന്നു. ഞാൻ KGOയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കോഴിക്കോട് ജില്ലാ വനിതാ കമ്മിറ്റി ഒരു അറ്റംപ്റ്റ് നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് എഴുതി. അതൊരു പുസ്തക രൂപത്തിൽ വന്നു. ആ പുസ്തകത്തിൽ ഉൾപ്പെട്ട ഒരു കവിത ഇതാണ്. അപ്പോൾ ഇതുവരെ നേരത്തെ ചൊല്ലിയത് പോലെ രീതിയൊന്നുമില്ല. പൊതുവെ എനിക്ക് എഴുതാൻ അറിയാം, പക്ഷെ അത് രീതിയിൽ ചൊല്ലാൻ അറിയില്ല. കവിതയുടെ പേര് അന്തർമുഖം. അതെ, എൻ്റേതു മാത്രമായ ലോകം, എനിക്ക് വേണ്ടി ഞാൻ സൃഷ്ടിച്ച ഇടം, ആഴിയേക്കാൾ അഗാധതയും ആകാശത്തേക്കാൾ നീലിമയുമുള്ള ലോകം. അവിടെ വളഞ്ഞും നിവർന്നും കിടക്കുന്ന വഴികൾ അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്യുവാൻ ഞാൻ കണ്ടെത്തിയതായിരുന്നു. ഏകാന്തതയുടെ നനുത്ത വിരലുകളിൽ എൻ്റെ വിരലുകൾ കോർത്ത് ഞാൻ നടന്നത് ഈ വഴികളിലൂടെയാണ്. ഋതുകാലങ്ങൾ എന്നിൽ വിരിയിച്ച സ്വപ്നങ്ങൾ കടങ്കഥയാം കാത്തിരിപ്പിൻ്റെ അവസാനം തൂവൽ കൊഴിഞ്ഞ് സ്വപ്നങ്ങൾ മാത്രമായി അവശേഷിക്കെ, ആരും കാണാതെ കണ്ണുനീരിനെ കരളിൽ വറ്റിച്ചു ഞാൻ നടന്നുപോയത് ലോകത്തിൻ ഓർമ്മകൾ തൻ തീരങ്ങളിലൂടെയായിരുന്നു. ഇല്ല, കാണുവാനാകില്ല നിങ്ങൾക്ക്, ഉൾക്കണ്ണില്ലാത്തവർക്ക് ലോകത്തിലൂടെ ഓരോ ദിനവും ഞാൻ നടത്തും ദേശാടനങ്ങൾ. ഇല്ല, കേൾക്കുവാനാകില്ല നിങ്ങൾക്ക് ആ ചിറകടി ശബ്ദങ്ങൾ. ഇതെൻ്റെ ലോകമാണ്, എൻ്റെ മാത്രം ലോകമാണ്. അനുവദിക്കില്ല ഞാൻ ആരെയും ഇവിടെ. മനസ്സ് അക്ഷരങ്ങൾ മാഞ്ഞു പോകുന്ന പഴയ നോട്ട് പുസ്തകം പോലെയാവുമ്പോൾ വീണ്ടും നിറമുള്ള അക്ഷരത്തിരികൾ തെളിയിക്കുവാൻ വേണം എനിക്ക് ഈ ലോകം എൻ്റേതു മാത്രമായി. അധികാര കസേരകളിൽ അലറി വിളിക്കും ആജ്ഞാപന ചാബല്യങ്ങൾക്കു നേരെ മൗനം പാലിക്കുവാൻ, നിശബ്ദ പോരാട്ടങ്ങൾ നടത്തുവാനായി എൻ ചേതനയിൽ ഊർജമായി മാറുവാൻ വേണം എനിക്ക് ഈ ലോകം എൻ്റേതു മാത്രമായി. നിങ്ങൾ അറിയേണ്ടതില്ല എന്നെ, എനിക്കായി ഞാൻ തീർത്തൊരു ലോകം എന്നിലുള്ളിടത്തോളം. നോവുകൾ ഓർമ്മകൾ അഗ്നിയായി മാറി ഞാൻ ഇല്ലാതെയാവും വരെ. നന്ദി. ആദ്യമായിട്ട് ക്യാമ്പിൽ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് അടയാളപ്പെടുത്താതെ പോകുന്നത് ശരിയല്ല എന്ന് മനസ്സ് പറഞ്ഞു. അതുകൊണ്ടാണ് മാഷിനോട് പ്രത്യേക അനുവാദം വാങ്ങി അവതരിപ്പിച്ചത്.